പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളെല്ലാവരും NMMS പരീക്ഷയ്ക്കായി കഠിനമായി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. ഈ വർഷത്തെ NMMS എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഈ മാസം അവസാനമോ അടുത്ത മാസം ആദ്യമോ അത് എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ വർഷം NMMS പരീക്ഷ ഉണ്ട്, 100% ഉറപ്പ്. അപ്പം അതുകൊണ്ട് നമ്മൾ വളരെ തീവ്രമായി ഇനിയുള്ള ദിവസങ്ങൾ പരിശീലിക്കേണ്ടിയിരിക്കുന്നു. കൂടി വന്നാൽ നമുക്കൊരു 2 മാസം, അതിനപ്പുറം നമുക്ക് പരിശീലനത്തിനായി ഇനി കിട്ടുകയില്ല. അതുകൊണ്ട് ഇനിയുള്ള സമയം നിങ്ങൾ വളരെ തീവ്രമായ പരിശീലനത്തിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഏതാനും ദിവസങ്ങളായി അല്ലെങ്കിൽ ഏതാനും ആഴ്ചകളായി നിങ്ങൾ പരിശീലനത്തിലാണ്. ധാരാളം വീഡിയോസ് നിങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ നന്നായി കാണുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നോട്ട് തയ്യാറാക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനി NMMS പരീക്ഷയിലെ ഒരു പ്രധാന ഭാഗമായ ബേസിക് സയൻസിലേക്ക് നമുക്ക് കടക്കാം. നിങ്ങൾ പാഠപുസ്തകം നന്നായി വായിക്കണം. 7ാം ക്ലാസ്സിലെയും 8ാം ക്ലാസ്സിലെയും സിലബസ് ആണ് പ്രധാനമായും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുക. അതിൽ തന്നെ 8ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ പാഠഭാഗങ്ങൾ വളരെ ലഘുവായി ചുരുക്കി ഓരോ ഭാഗവും പ്രതിപാദിക്കുകയാണ്. ആദ്യമായി നമുക്ക് കെമിസ്ട്രിയിലെ ഒരു പ്രധാന ഭാഗമായ ആറ്റം ഘടനയിലേക്ക് കടക്കാം. സ്ട്രക്ചർ ഓഫ് ആറ്റം. ആറ്റം എന്ന വാക്ക് ഉത്ഭവിച്ചത് ഒരു ലാറ്റിൻ വേർഡായ അറ്റോമോസ് എന്ന പദത്തിൽ നിന്നാണ്. അതിനർത്ഥം വിഭജിക്കാൻ കഴിയാത്തത്, ഇൻഡിവിസിബിൾ എന്നാണ്. ഈ ആശയം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ ഭാരതീയനായ കണാദമുനി പറഞ്ഞിരുന്നു. എല്ലാ വസ്തുക്കളും അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇത് വേണ്ടത്ര ശ്രദ്ധ നേടിയില്ല. പിന്നീട് ജോൺ ഡാൾട്ടൺ ഈ ആശയവുമായി 1808 വന്നപ്പോൾ അത് ശാസ്ത്രലോകത്തിൻ്റെ വലിയ ശ്രദ്ധ പിടിച്ചുപറ്റി. ആറ്റവുമായി ബന്ധപ്പെട്ട് അനേകം കണ്ടെത്തലുകൾ 18ാം നൂറ്റാണ്ടിൽ നടക്കുകയുണ്ടായി. ജെ തോംസൺ 1897 ആറ്റത്തിലെ ഒരു പ്രധാന മൗലിക കണമായ ഇലക്ട്രോണുകളെ കണ്ടെത്തി. നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളെ അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി. അതുപോലെ തന്നെ 1911 ഏണസ്റ്റ് റുദർഫോർഡ് അദ്ദേഹം നടത്തിയ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റിലൂടെ ആറ്റത്തിന് ഒരു കേന്ദ്രഭാഗമുണ്ട് എന്നും അതിന് പോസിറ്റീവ് ചാർജാണ് എന്നും കണ്ടെത്തുകയുണ്ടായി. ഈ പോസിറ്റീവ് ചാർജിന് കാരണം ന്യൂക്ലിയസിലുള്ള പോസിറ്റീവ് ചാർജുള്ള കണങ്ങളായ പ്രോട്ടോണുകളാണ് എന്ന് അദ്ദേഹം സമർത്ഥിച്ചു. റുദർഫോർഡിൻ്റെ ആറ്റം മാതൃകയെ സൗരയൂഥ മാതൃക എന്നും പറയാറുണ്ട്. 1932 റുദർഫോർഡിൻ്റെ പ്രിയ ശിഷ്യനായ ജെയിംസ് ചാഡ്വിക് ചാർജ് ഇല്ലാത്ത കണങ്ങളായ ന്യൂട്രോണുകളെ കണ്ടെത്തി. ഇതോടെ ആറ്റത്തെക്കുറിച്ച് ഏകദേശം വ്യക്തമായ ധാരണ ശാസ്ത്രലോകത്തിന് ലഭിച്ചു. വിഭജിക്കാൻ കഴിയില്ല എന്ന് കരുതിയിരുന്ന ആറ്റം വിഭജിക്കാൻ കഴിയുമെന്നും അതിൽ മൗലിക കണങ്ങളായ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നിവ അടങ്ങിയിരിക്കുന്നുവെന്നും ഉള്ള കണ്ടെത്തൽ ഒരു വലിയ മാറ്റത്തിന് വഴിതെളിച്ചു. ന്യൂക്ലിയസിലെ കണങ്ങളായ പ്രോട്ടോണേയും ന്യൂട്രോണിനെയും ചേർത്ത് ന്യൂക്ലിയോൺസ് എന്ന് വിളിച്ചു. ഒരാറ്റത്തിൻ്റെ മാസ് കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത് ന്യൂക്ലിയസിലാണ്. സബാറ്റോമിക് പാർട്ടിക്കിൾസായ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ ഇവയുടെ മാസ്, ചാർജ് എന്നിവ പ്രത്യേകമായി ഓർത്തിരിക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് ആറ്റത്തിൻ്റെ സവിശേഷതകൾ ഏറ്റവും ലഘുവായി വിവരിച്ച നീൽസ് ബോറിൻ്റെ ആറ്റം മാതൃകയെക്കുറിച്ച് മനസ്സിലാക്കാം. നീൽസ് ബോർ അവതരിപ്പിച്ച ആറ്റം മോഡലിലെ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണ്? ആറ്റത്തിൽ വിവിധ ഷെല്ലുകളിലായി ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഷെല്ലുകളെ എനർജി ലെവൽസ്, ഊർജ്ജ നിലകൾ എന്നും പറയും. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും കാണപ്പെടുന്നു. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നു. അപ്പോൾ ഇങ്ങനെ കറങ്ങുന്നത് വ്യത്യസ്ത ഷെല്ലുകളിലായിട്ടാണ്. K, L, M, N എന്നിങ്ങനെ വ്യത്യസ്ത ഷെല്ലുകളിലായിട്ടാണ് ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നത്. ഈ ഷെല്ലുകളെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എനർജി ലെവൽസ്. K ആണ് ഫസ്റ്റ് എനർജി ലെവൽ. ന്യൂക്ലിയസിൽ നിന്ന് അകന്നു പോകും തോറും എനർജി കൂടിക്കൂടി വരുന്നു. അപ്പോൾ K ഏറ്റവും എനർജി കുറഞ്ഞ ഷെല്ലാണ്. L അതിലും എനർജി ഉണ്ട്. പുറത്തേക്ക് പോകും തോറും ഷെല്ലുകളുടെ എനർജി കൂടിക്കൂടി വരുന്നു.
അതായത് ന്യൂക്ലിയസിൽ നിന്ന് അകലും തോറും ഇലക്ട്രോണുകളുടെ ഊർജം കൂടി വരുന്നു. അതെ, ഇതിൽ നിന്നും ഒരു കാര്യം നമുക്ക് മനസ്സിലായി. ഒരാറ്റത്തിൽ ഒരു മധ്യബിന്ദു ഉണ്ട്, അതാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിലാണ് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും അടങ്ങിയിരിക്കുന്നത്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് കൃത്യമായ പാതകളിലാണ്. അവയെ വിളിക്കുന്ന പേരുകളാണ് വിവിധ ഷെല്ലുകൾ. അതായത് ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന വിവിധ എനർജി ലെവൽസ്, ഊർജ നിലകളാണ് ഷെല്ലുകൾ. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുൻപായി എന്താണ് അറ്റോമിക നമ്പർ, എന്താണ് മാസ് നമ്പർ എന്ന് ഒന്നുകൂടി ഉറപ്പിക്കാം. ഒരാറ്റത്തിലെ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ്, മൗലിക കണങ്ങൾ ഏതൊക്കെയാണ്? പ്രോട്ടോൺസ്, പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺസ്; ഇലക്ട്രോൺസ്, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ്; ചാർജ് ഒന്നുമില്ലാത്ത ന്യൂട്രോൺസ്, ചാർജ് ഇല്ല. ഈ 3 അടിസ്ഥാന കണങ്ങളാണ് ഒരാറ്റത്തിലുള്ളത്. ഇതുമായി അറ്റോമിക് നമ്പറിനും മാസ് നമ്പറിനുമുള്ള ബന്ധം എന്താണെന്ന് നോക്കാം. ആദ്യമായി അറ്റോമിക് നമ്പർ. ഒരു മൂലകം ശ്രദ്ധിക്കൂ, കാർബൺ. കാർബൺ അറ്റോമിക് നമ്പർ എപ്പോഴും താഴെയായിരിക്കും എഴുതുക, 6. മാസ് നമ്പർ 12. മൗലിക കണങ്ങളിൽ ഒന്നായ പ്രോട്ടോണുകളുടെ എണ്ണമാണ് അതിന്റെ അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പറിനെ സൂചിപ്പിക്കാനായി ഒരു സിമ്പൽ ഉണ്ട്, അതാണ് Z, ക്യാപിറ്റൽ ലെറ്റർ Z. Z is equal to number of protons. ഒരാറ്റത്തിൽ എത്ര പ്രോട്ടോണുകളുണ്ടോ അത്രയും ഇലക്ട്രോണുകളും ഉണ്ടായിരിക്കും. അതായത് എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്രയും നെഗറ്റീവ് ചാർജ് ഉണ്ടായിരിക്കും. ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. ഒരാറ്റത്തിന്റെ ചാർജ് ആരെങ്കിലും ചോദിച്ചാൽ നാം എന്ത് പറയണം? ആറ്റത്തിന് ചാർജേ ഇല്ല. എന്തുകൊണ്ടാണ് ആറ്റത്തിന് ചാർജ് ഇല്ലാത്തത്? ചാർജ് ഇല്ലാത്തത് ചാർജ് ഉള്ള കണങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് എത്ര പോസിറ്റീവ് ചാർജ് കണങ്ങളുണ്ടോ അത്രയും നെഗറ്റീവ് ചാർജ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ടേക്ക് ദി കേസ് ഓഫ് കാർബൺ. കാർബണിന്റെ കേസിൽ അറ്റോമിക് നമ്പർ 6 ആണ്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? പ്രോട്ടോണുകളുടെ എണ്ണം 6, പ്രോട്ടോണുകളുടെ എണ്ണം 6. പ്രോട്ടോണുകളുടെ എണ്ണം 6 ആണെങ്കിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടാവും? ഒരു സംശയമില്ല, ഇലക്ട്രോണുകളും 6. പ്രോട്ടോണുകളുടെ ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജ്. ഇലക്ട്രോണുകളുടെ ചാർജോ നെഗറ്റീവ്. അപ്പോ 6 പോസിറ്റീവ് ചാർജ് ഉണ്ട്, 6 നെഗറ്റീവ് ചാർജുള്ള കണികകളും ഉണ്ട്. രണ്ടുകൂടി ചേരുമ്പോൾ എത്രയായി? ക്യാൻസലായി, 0. അപ്പോ അറ്റോമിക് നമ്പർ എന്ന് വെച്ചാൽ അറ്റോമിക് നമ്പർ Z is equal to അറ്റോമിക് നമ്പർ Z is equal to number of protons എന്ന് പറയും. മാസ് നമ്പർ is equal to number of protons plus neutrons. നമുക്കറിയാം പ്രോട്ടോൺസും ന്യൂട്രോൺസും എവിടെയാണ് കാണപ്പെടുക? നമ്മൾ ആദ്യമേ പറഞ്ഞു, ആറ്റത്തിന്റെ ന്യൂക്ലിയസ്. പ്രോട്ടോൺസും ന്യൂട്രോൺസും ന്യൂക്ലിയസിലാണ്. അതുകൊണ്ട് ഇവയെ ഒരു പേര് വിളിക്കും, ഓർക്കുന്നുണ്ടോ? അതെ, ന്യൂക്ലിയോൺസ്. പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് collectively known as nucleons because they belongs to nucleus. അതുകൊണ്ടാണ്. അപ്പോൾ ന്യൂക്ലിയോൺസ് ശരിക്കും പറഞ്ഞാൽ ഈ ന്യൂക്ലിയോൺസിന്റെ ആകെ എണ്ണമാണ് മാസ് നമ്പർ. മാസ് നമ്പർ is equal to total number of protons plus neutrons in an atom. Number of neutrons is equal to mass number minus atomic number. ഇവിടെ മാസ് നമ്പർ എത്രയാണ്? 12. അതായത് പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും എണ്ണം മൈനസ് അറ്റോമിക് നമ്പർ എത്രയാണ്? 6. So 12 minus 6 is equal to 6. 12 എന്ന് പറയുന്നത് P plus N ആണ് മാസ് നമ്പർ. 6 എന്ന് പറയുന്നത് P മാത്രമാണ്. ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടെത്താൻ നമ്പർ ഓഫ് ന്യൂട്രോൺസ് is equal to A minus Z എന്നുള്ള ഇക്വേഷൻ ഓർത്തിരിക്കുക. മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. ഇനി നമുക്ക് പ്രധാന ഭാഗത്തേക്ക് വരാം. ഒരാറ്റത്തിൽ പല ഷെല്ലുകളുണ്ട് എന്ന് നാം കണ്ടു. എന്താണ് ഷെല്ലുകൾ? ഷെല്ലുകളും ഇലക്ട്രോണുകളും തമ്മിലുള്ള ബന്ധം എന്താണ്? ഉദാഹരണത്തിന് കാർബണിന്റെ കാര്യമെടുക്കാം. കാർബണിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? Z.
ഈസ് ഈക്വൽ ടു 6. അറ്റോമിക് നമ്പർ 6. അറ്റോമിക് നമ്പർ 6 എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിന്റെ എണ്ണം 6 എന്ന് വെച്ചാൽ ഇലക്ട്രോണിന്റെ എണ്ണം 6. നമുക്ക് വേണ്ട ഇതാണ്, എത്ര ഇലക്ട്രോൺസ് ഉണ്ട്. അറ്റോമിക് നമ്പർ അറിയാമെങ്കിൽ പിന്നെ മറ്റൊന്നും നോക്കണ്ട, ഇലക്ട്രോണിന്റെ എണ്ണവും അത് തന്നെയാണ്. ഇവിടെ ഇലക്ട്രോണുകളുടെ എണ്ണം 6. ഇനി ഒരാറ്റത്തിൽ 6 ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ ഈ 6 ഇലക്ട്രോണുകളെയും ഒരു ബാഗിലേക്ക് വാരി ഇടുന്നത് പോലെ വെറുതെ ഇട്ടിരിക്കുകയാണോ? അല്ല. അതായത് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾക്ക് സഞ്ചരിക്കാൻ കൃത്യമായ സഞ്ചാര പാതകളുണ്ട്. അവയാണ് നമ്മൾ ഓർബിറ്റ്സ് എന്ന് വിളിക്കുക. അതുതന്നെയാണ് ഷെല്ലുകൾ. അപ്പോൾ ഒരാറ്റത്തിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകളുടെ സഞ്ചാരപാതയാണ് ഷെല്ലുകൾ. നമുക്ക് നോക്കാം. നോക്കൂ, കാർബണിന്റെ കാര്യമെടുക്കാം. ഇതാണ് ന്യൂക്ലിയസ്. ഇവിടെ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 6. അപ്പൊ ഈ 6 ഇലക്ട്രോണുകളും കാർബണിന് ചുറ്റും വെറുതെ കറങ്ങുകയാണോ? ഒരാറ്റത്തിന് ചുറ്റുമുള്ള ഈ സഞ്ചാരപാതകളെയാണ് നമ്മൾ ഷെല്ലുകൾ എന്ന് വിളിക്കുക. ഷെല്ലുകൾക്ക് പേര് നൽകിയിട്ടുണ്ട്. കെ ഷെൽ, എൽ ഷെൽ, എം ഷെൽ, എൻ ഷെൽ, ഒ ഷെൽ എന്നിങ്ങനെ. അപ്പൊ ആദ്യത്തെ ഷെല്ലാണ് കെ. അതുകൊണ്ടാണ് അതിന് നമ്പർ 1 കൊടുത്തിരിക്കുന്നത്. കെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഷെൽ. സെക്കൻഡ് ഷെല്ലാണ് എൽ ഷെൽ, തേർഡ് ഷെല്ലാണ് എം ഷെൽ, ഫോർത്ത് ഷെൽ എൻ ഷെൽ, ആൻഡ് ഫിഫ്ത്ത് ഷെൽ ഒ ഷെൽ. നമുക്ക് ഷെല്ലുകളെ ഇങ്ങനെ ന്യൂക്ലിയസിന് ചുറ്റും ഒരു റൗണ്ട് ആയിട്ട് വരയ്ക്കാം. ഫസ്റ്റ് ഷെല്ലാണ് കെ ഷെൽ, കെ എന്ന് എഴുതാം. അടുത്ത ഷെല്ലാണ് എൽ ഷെൽ, എൽ. അടുത്താണ് എം, എം ഷെൽ. ഈ 3 ഷെല്ലുകൾ. ഇത് ന്യൂക്ലിയസ്. ഇത് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്ത ഷെല്ല് ഏതാണ്? സംശയമില്ല, കെ ഷെൽ. കെ. ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്ത ഷെല്ലാണ് കെ ഷെൽ. അതായത് ന്യൂക്ലിയസ് ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് കെ ഷെല്ലിനെ ആയിരിക്കും. ഇതിൽ കെ ഷെല്ലാണ് ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്ത ഷെല്ല്. അതിനുശേഷം എൽ, അതിനുശേഷം എം എന്നിങ്ങനെയാണ് ഷെല്ലുകളുടെ ക്രമീകരണം. ഇനി ഓരോ ഷെല്ലിലെയും പരമാവധി കപ്പാസിറ്റി നമുക്ക് നോക്കാം. കെയുടെ മാക്സിമം കപ്പാസിറ്റി 2. അടുത്ത ഷെല്ലാണ് എൽ. എൽ മാക്സിമം കപ്പാസിറ്റി 8. നെക്സ്റ്റ് ഷെൽ എം, മാക്സിമം കപ്പാസിറ്റി 18. അത് കഴിഞ്ഞ് വരുന്ന ഷെല്ലാണ് എൻ, മാക്സിമം കപ്പാസിറ്റി 32. അത് കഴിഞ്ഞ് ഒ വരും. ഒയുടെ മാക്സിമം കപ്പാസിറ്റി 50 ആണ്. അത് കഴിഞ്ഞ് പി വരും. പിയുടെ മാക്സിമം കപ്പാസിറ്റി 72. ഇങ്ങനെ അങ്ങ് പോകും. നമ്മൾ കെ എൽ എം എൻ ഒ വരെയൊക്കെ ഇപ്പോൾ നോക്കിയാൽ മതി. ഷെല്ലുകളുടെ മറ്റൊരു പേരാണ് എനർജി ലെവൽസ്. ഇത് നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കണം. ഊർജ നിലകൾ. അപ്പൊ കാർബണിൽ 6 ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ എല്ലാ ഇലക്ട്രോണുകൾക്കും ഒരേ എനർജി അല്ല. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ 30 കുട്ടികളുണ്ടെങ്കിൽ 30 കുട്ടികൾ 9ാം ക്ലാസ്സിലാണ്, സമ്മതിച്ചു. പക്ഷെ 30 പേർക്കും ഒരേ ഊർജ്ജമാണോ? ചിലര് ബഹുമെടുക്കലാണ്, ഓട്ടത്തിലും ചാട്ടത്തിലും മരങ്കയറ്റത്തിലും ഒക്കെ. എന്നാൽ എല്ലാവരും അത്രയും എനർജി ഉള്ളവരല്ല. എന്ന് പറഞ്ഞ പോലെ ഈ കാർബൺ ആറ്റത്തില് 6 ഇലക്ട്രോണുകളുണ്ട്, പക്ഷെ എല്ലാവർക്കും ഒരേ എനർജി അല്ല. അതിൽ ഏറ്റവും എനർജി കുറഞ്ഞ 2 പേർ, അവരായിരിക്കും കെ ഷെല്ലിൽ എന്ന് പറയുക. അപ്പൊ ലോവസ്റ്റ് എനർജി ഉള്ള 2 ഇലക്ട്രോൺസ് കെയിൽ ഫില്ലായി. ഇലക്ട്രോൺസ് ഹാവിംഗ് ലോവസ്റ്റ് എനർജി ഈസ് അക്കോമഡേറ്റഡ് ഇൻ കെ ഷെൽ. 2 ഇലക്ട്രോൺസ് കെയിൽ നിറഞ്ഞു. ഓക്കെ, ഇവിടെ 6 ഇലക്ട്രോണേ ഉള്ളൂ എന്ന് വിചാരിക്കണം. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇത് 6 ഇലക്ട്രോണുകളായിട്ട് സങ്കല്പിക്കുക. 2 ഇലക്ട്രോണുകൾ കെയിൽ ഓൾറെഡി നിറഞ്ഞു കഴിഞ്ഞു. ഇനി ബാലൻസ് എത്രയുണ്ട്? 4 ഇലക്ട്രോൺസ്. അതെങ്ങോട്ട് പോകും? അടുത്ത ഷെല്ലാണ് എൽ ഷെൽ. എൽ ഷെല്ലിന്റെ മാക്സിമം കപ്പാസിറ്റി എത്രയാണ്? 8 ഇലക്ട്രോൺസ്. 8 ഇലക്ട്രോൺസ് വരെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാം. ഇവിടെ 4 ഉള്ളൂ. അപ്പൊ 4 എണ്ണം കൂടി ഇട്ടേക്കുക. 1, 2, 3, 4. 4 ഇലക്ട്രോണെ കൊണ്ട് അക്കോമഡേറ്റ് ചെയ്തു. ഓക്കെ, അങ്ങനെ കാർബണിലെ 6 ഇലക്ട്രോൺസിനെയും നമ്മൾ കെ എൽ ഷെല്ലുകളിലായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇവിടെ എം ഷെല്ലിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനത് കൊണ്ട് റിമൂവ് ചെയ്യും.
അപ്പൊ ഇതാണ് കാർബണിന്റെ അറ്റോമിക് സ്ട്രക്ചർ. ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ, സെക്കൻഡ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ്. സോഡിയത്തിന്റെ കേസിൽ ഇതാണല്ലോ അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പറിന്റെ സിമ്പിൾ എന്താണ്? Z=11. അറ്റോമിക് നമ്പർ 11 എന്ന് പറഞ്ഞാൽ പ്രോട്ടോണുകളുടെ എണ്ണം 11 എന്നാണ്. അതായത് ഇലക്ട്രോണുകളുടെ എണ്ണവും 11. നെഗറ്റീവ് ചാർജുള്ള 11 ഇലക്ട്രോൺസ് ഇതിലുണ്ട്. ഇവയെ എപ്രകാരമാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുക നോക്കാം. 11 ഇലക്ട്രോൺസ് ഉണ്ട്. ഇതിൽ ആദ്യത്തെ 2 ഇലക്ട്രോൺസ് ഏത് ഷെല്ലിലേക്ക് പോകും? ഫസ്റ്റ് ഷെൽ, കെ ഷെൽ. ഇതാണ് കെ ഷെൽ. കെ ഷെല്ലിൽ പരമാവധി കപ്പാസിറ്റി 2 ആണ്. 2 ഇലക്ട്രോൺസ്. ഇതാണ് കെ ഷെൽ. 11-ൽ 2 എണ്ണം അക്കോമഡേറ്റ് ചെയ്തു. ഇനി എത്രയുണ്ട്? 9. അടുത്ത ഷെല്ല് എൽ ഷെല്ലാണ്. എൽ ഷെല്ലില് പരമാവധി കപ്പാസിറ്റി, മാക്സിമം കപ്പാസിറ്റി ഓഫ് എൽ ഷെൽ is 8. Here 9 electrons are remaining. ഈ 9 ഇലക്ട്രോണുകളിൽ 8 എണ്ണം ഇവിടെ നിറയും. 1, 2, 3, 4, 5, 6, 7, 8. Because maximum capacity of L shell is 8. അപ്പൊ 9-ൽ 8 എണ്ണം ഇവിടെ ഫില്ലായി. ഇനി എത്ര എണ്ണം ഉണ്ട്? only 1. ഏതായാലും L ഫില്ലായി. അടുത്ത ഷെൽ ഏതാണ്? തേർഡ് ഷെൽ എം ഷെൽ. എം ഷെല്ലില് 1 ഇലക്ട്രോൺ ഫില്ലാവും. ചുരുക്കി പറഞ്ഞാൽ സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോ കെയിൽ എത്ര? 2, എല്ലിൽ എത്ര? 8. അടുത്ത എമ്മിൽ എത്ര? ഇതാണ് എം 1. അപ്പൊ 2, 8, 1 എന്ന് പറഞ്ഞാൽ total 11 electrons are there in sodium, and these 11 electrons are distributed in 3 different shells. In first shell K, 2 electrons, and in second shell 8 electrons, and in third shell 1 electron. ഇതാണ് ഇലക്ട്രോണുകളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന രീതി സോഡിയത്തിൽ. ഒരു ഉദാഹരണം നോക്കാം. ക്ലോറിൻ അറ്റോമിക് നമ്പർ 17 ആണ്. അതുകൊണ്ട് തന്നെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. ഷെൽ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ്. അത് തന്നെയാണ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈസ് ഈക്വൽ ടു 17 ഇലക്ട്രോൺസ്. 17 ഇലക്ട്രോൺസ്. ഇനി എപ്രകാരമാണ് ഈ 17 ഇലക്ട്രോൺസിനെ ഒരാറ്റത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് നോക്കാം. ഇതാണ് ന്യൂക്ലിയസ്. മാക്സിമം കപ്പാസിറ്റി ഓഫ് കെ ഇസ് 2 ആണ്. അത് പറഞ്ഞു. നെക്സ്റ്റ് ഷെൽ ഈസ് എൽ. അത് പുറമേ വരും. മാക്സിമം കപ്പാസിറ്റി 8 ഫില്ലായി. 1, 2, 3, 4, 5, 6, 7, 8. ഓക്കെ, ഫില്ലായി. നെക്സ്റ്റ് ഷെൽ, തേർഡ് ഷെൽ ഈസ് എം. മാക്സിമം കപ്പാസിറ്റി ഓഫ് എം ഈസ് 18. എം ആണ്. എമ്മിന്റെ കപ്പാസിറ്റി 18 ആണ്. നമുക്ക് ആകെ 17 ഉള്ളൂ. ഓൾറെഡി 10 എണ്ണം നിറഞ്ഞു കഴിഞ്ഞു. അപ്പോ അടുത്ത ഷെല്ല് എം ഷെല്ലില് 7 എണ്ണം കൂടി നിറഞ്ഞാൽ 1, 2, 3, 4, 5, 6, 7, 8. കെയിൽ 2, എല്ലിൽ 8, എമ്മിൽ 7. ഇലക്ട്രോൺ വിന്യാസം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോ എങ്ങനെ എഴുതാം? കെ ആദ്യം എഴുതണം. 2, എൽ 8, എം 7, 2, 8, 7. ഇതാണ് ക്ലോറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അറ്റോമിക് നമ്പർ സിംബൽ Z is equal to 18. അറ്റോമിക് നമ്പർ 18 എന്ന് പറഞ്ഞാൽ എന്തൊക്കെ മനസ്സിലാക്കണം? നമ്പർ ഓഫ് പ്രോട്ടോൺസ് സമം 18. പ്രോട്ടോണുകളുടെ എണ്ണം 18 ആണ്. What is the charge of proton? പോസിറ്റീവ്. എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്രയും എന്തുണ്ടാവും? നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോൺസ് 18. അപ്പൊ ഇതാണ് ആദ്യത്തെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇത് നമ്മൾ എപ്രകാരം എടുത്തെഴുതും? കെ ഷെല്ലിൽ 2, S2. എൽ ഷെല്ലിൽ എത്ര? 8. എം ഷെല്ലിൽ എത്ര? 8. അപ്പൊ 2, 8, 8 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 2 means കെ ഷെല്ലിനെയാണ് ആദ്യത്തെ ഈ 2 റെപ്രസെന്റ് ചെയ്യുക. ഇൻ കെ ഷെൽ 2 ഇലക്ട്രോൺ, ഇൻ എൽ ഷെൽ 8 ഇലക്ട്രോൺ, ആൻഡ് ഇൻ എം ഷെൽ 8 ഇലക്ട്രോൺ. ഒരു ഷെല്ലിലെ മാക്സിമം കപ്പാസിറ്റി, അതായത് എത്ര ഇലക്ട്രോണുകളെ ഒരു ഷെല്ലിൽ അക്കോമഡേറ്റ് ചെയ്യാം
എന്ന് കണ്ടെത്തുവാനുള്ള ഒരു ഇക്വേഷനിലേക്ക് പോകാം. ഇത് കണ്ടെത്തുവാനുള്ള ഇക്വേഷനാണ് 2 × n². എന്താണ് n? എന്ന് പറഞ്ഞാൽ ഷെൽ നമ്പർ, ഷെൽ സംഖ്യ, അതായത് ഷെല്ലിന്റെ നമ്പർ എത്രയാണ്. ഇതാണ് ഷെൽ നമ്പർ. k ആണ് ഷെൽ നമ്പർ എത്രയാണ്? 1. ഒരു മാറ്റമില്ല. l ആണെങ്കിൽ ഷെൽ നമ്പർ എത്രയാണ്? 2. m ആണ് ഷെൽ നമ്പർ. നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ്, ഹൗ മെനി ഇലക്ട്രോൺസ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ എൽ ഷെൽ? അപ്പൊ നമ്മൾ ഓർക്കണം, എൽ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് പരമാവധി ഉൾക്കൊള്ളാം? എൽ എത്രാമത്തെ ഷെല്ലാണ്? 1, 2. രണ്ടാമത്തെ ആണല്ലോ. ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 2 × n എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷെൽ നമ്പറാണ്. ഇതിലേതാണെന്ന് ഉള്ളത് നോക്കൂ. ചോദ്യം ഇതാണ്, എൽ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യാം? അപ്പൊ ഇക്വേഷനിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. n ഷെൽ നമ്പർ, എൽ ഷെല്ലാണല്ലോ, ഷെൽ നമ്പർ എത്രയാ? 2. 2². നിങ്ങൾക്കറിയാം 2² എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2² = 4. 2 × 4 = 8. ശരിയല്ലേ? എൽ ഷെല്ലിലെ മാക്സിമം കപ്പാസിറ്റി എത്രയാണ്? 8 ആണല്ലോ. അതെ. ഇനി n ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്ന് ചോദിച്ചാലോ? n നമ്മൾ ആദ്യം ഓർക്കേണ്ടത് n എത്രാമത്തെ ഷെല്ലാണെന്ന്. വാട്ട് ഈസ് ഷെൽ നമ്പർ? ഷെൽ നമ്പർ ഈസ് 4. Substitute the value in this equation. 2 × n. n = 4. 4². That is equal to 2 × 4², 16. What will you get? 32. 32 ഇലക്ട്രോൺസ് ആണ് n ഷെല്ലിൽ ഉൾക്കൊള്ളുക. ഇനി ഇവിടെ കൊടുക്കാത്ത ഒരു ഷെല്ല് KLM-NO എന്നത് p ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. p എത്രാമത്തെ ഷെല്ലാണ്? അപ്പോ പിയിൽ എത്ര ഇലക്ട്രോൺസ് ഉൾക്കൊള്ളുമെന്ന് നോക്കിയാലോ? ഷെൽ നമ്പർ is equal to 6. So 2 × n² is equal to 2 × 6². That is equal to 2 × 6² is equal to 36. 36 × 2, 72. 72 ഇലക്ട്രോൺസ് ആയിരിക്കും p ഷെല്ലില് മാക്സിമം കപ്പാസിറ്റി, പരമാവധി നിറയുക.